സ്വർഗത്തിലെ കനി ഇലവന്തിട്ട അയത്തിലുമുണ്ട്. ബൈബിൾ കഥകളിലെ നിഷിദ്ധ കനി ഇതായിരുന്നു പോലും. അതുകൊണ്ടാണത്രേ സ്വർഗത്തിലെ കനി എന്ന വിളിപ്പേര് ഉണ്ടായതത്രേ. വിപണിയിൽ കിലോയ്ക്ക് 1000 രൂപ മുതൽ 1500 രൂപ വരെ വിലയുള്ള ഈ വിറ്റാമിൻ സമ്പുഷ്ടമായ കനി ഇലവന്തിട്ട അയത്തിൽ ശ്രീബുദ്ധ ബസ് ഉടമ നിതീഷിന്റെ വീട്ടുമുറ്റത്ത് മറ്റ് ചെടികൾക്കൊപ്പം കാറിന് തണലായി നട്ടതാണ്. പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കാതെ തന്നെ പടർന്നു പന്തലിച്ചു. മഞ്ഞ നിറമുള്ള ആൺപൂക്കളും ഏതാണ്ട് മുല്ലമുട്ടിന്റെ രൂപമുള്ള പച്ച നിറത്തിലുള്ള പെൺപൂക്കളുമാണ് ആദ്യമുണ്ടാകുക. ആൺപൂക്കൾ പറിച്ചെടുത്ത് പെൺപൂക്കളിൽ പരാഗണം കൃത്രിമമായി നടത്തണം എന്നൊക്കെ പല കർഷകരും പറഞ്ഞെങ്കിലും ഒന്നും ചെയ്യാതെ തന്നെ യഥേഷ്ടം കനികളുണ്ടായിരിക്കുന്നു. ആദ്യം പച്ച നിറത്തിൽ പുറത്ത് മുള്ളുകൾ പോലെയുള്ള കായ, പിന്നെ മഞ്ഞയാകും, പിന്നെ ഓറഞ്ച്, ഒടുവിൽ കടും ചുവപ്പ് നിറത്തിൽ അവനങ്ങനെ സ്വർഗത്തിലെ കനിയായി തിളങ്ങി നിൽക്കും. കണ്ടാൽ സുന്ദരനാണെങ്കിലും കഴിക്കാൻ മധുരമൊന്നുമില്ല, കുറച്ച് കയ്പും. എന്നാൽ omega-3, omega-6, ബീറ്റ കരോട്ടിൻ, വൈറ്റമിൻ സി തുടങ്ങിയ ഒട്ടേറെ വൈറ്റമിനുകളുടെ കലവറയാണ് ഈ സ്വർഗത്തിലെ കനി. ഷുഗർ, പ്രഷർ തുടങ്ങി പല ജീവിതശൈലീ രോഗങ്ങൾക്കും ഈ സ്വർഗത്തിലെ പഴം അമൃത പോലാണത്രേ. ഈ സ്വർഗത്തിലെ കനി ആളൊരു സായിപ്പാണ്. വിയറ്റ്നാമിലാണ് ഇത് കൂടുതലും കൃഷി ചെയ്യുന്നത്. ഗാക് ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലും ഇതുണ്ടാകുമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കൃഷി വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥർ നിതീഷിന്റെ ഈ കൃഷിയെക്കുറിച്ച് പഠിക്കാൻ എത്തിയിരുന്നു. വൈറ്റമിൻ സിയുടെ കലവറയായ ഈ വിദേശി പഴം നമ്മുടെ കാലാവസ്ഥയിലും 100 മേനി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇലവന്തിട്ട അയത്തിലെ നിതീഷ്. കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ഗാക് ഫ്രൂട്ട് രുചിയിലും വ്യത്യസ്തമാണ്. ഒരേ സമയം പഴമായും പച്ചക്കറിയായും ഇത് ഉപയോഗിക്കാം. ഒരു പഴത്തിന് 1 കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ട്. കിലോയ്ക്ക് 1000 രൂപ മുതൽ 1500 രൂപ വരെയാണ് വിപണിയില് വില. പഴത്തിന് പുറമെ ചെടിയുടെ ഇലയടക്കമുള്ളവ ഭക്ഷണ ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കാനാകുമെന്നും നിതീഷ് പറഞ്ഞു. വാണിജ്യപരമായി കർഷകർക്ക് പരീക്ഷിക്കാവുന്ന ഒരു കൃഷിയാണിത്. പെരുമ്പാവൂരിലെ ഒരു കർഷകനോടാണ് ഈ പഴത്തെക്കുറിച്ച് മനസ്സിലാക്കി നിതീഷ് ഇതിന്റെ വിത്ത് വാങ്ങിയത്. കൗതുകം തോന്നി വാങ്ങിയ വിത്തുകൾ മുറ്റത്ത് നട്ടു. പടർന്ന് പന്തലിച്ചപ്പോൾ കാറിന് തണലായല്ലോ എന്ന് കരുതി. ഇപ്പോഴിതാ ചുവന്ന പഴങ്ങളുമായി വീടൊരു സ്വർഗമായി എന്ന് പറയാം. സൂര്യപ്രകാശവും 2 നേരം വെള്ളം നനയും മാത്രം. സാധാരണ ചെടികൾക്കിടാറുള്ള വളവും. നാട്ടിൽ അപൂർവമായി വിളഞ്ഞ ഗാക് ഫ്രൂട്ട് കാണുന്നതിനായി ഒട്ടേറെ ആളുകൾ എത്തുന്നുണ്ട്. ഇതുവരെ ഉണ്ടായതൊക്കെ വരുന്നവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്താലോ എന്ന ആലോചനയുമുണ്ടെന്ന് നിതീഷ് പറയുന്നു.